ഇടയ്ക്കുന്ന ക്ലാസ് എടുത്ത് കാണിക്കും സേവിയറെ. എല്ലാം ജീവനുള്ള തന്നെ. നമ്മുടെ സേവിയറാണ് അളന്നെടുത്തത്. സേവിയർ എങ്ങനെ? 1000 തട്ടുമ്പോഴത്തേക്കും കാണാം. നമ്മുടെ രാജുവണ്ണാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി. എന്ത് ഈ ക്ലാസ്സിന്റെ പേരെന്തോന്നു? താക്ക ക്ലാസ് എന്ന് പറയും കേട്ടോ. കറുത്ത ക്ലാത്തി എന്ന് പറയും. എങ്ങനെ ടേസ്റ്റ്? എങ്ങനെ ടേസ്റ്റ് ചെയ്താ ഇത് പൊരിച്ച് കറി വെക്കണം, അടിപൊളിയായിരിക്കും. വറുത്തരച്ച് കറി വെക്കണം. ഓക്കെ. നാളെ ഏത് മാർക്കറ്റിൽ ഇത് കൊണ്ടുവന്നു? ഇത് മാർക്കറ്റ് ഇതിപ്പോ നാളെ ഞാൻ വെങ്ങാനും ചെന്നതിലാണ്. വെങ്ങാനും ഒരു മുന്നമൂടും ഉണ്ട് കേട്ടോ. ഓക്കെ. രമേശന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. രമേശന് എവിടെ ഇപ്പൊ? ചെറുതായിട്ട് പണിക്ക് പോകുന്നു. കടൽ പണിക്കും പോകുന്നുണ്ട് കേട്ടോ. ജൂലൈ 17-ാം തീയതി ഒരു തട്ടുപടിയിൽ വന്ന സാധനമാണ് കേട്ടോ ഈ കാണുന്ന ക്ലാത്തി മീനൊക്കെ. നമ്മുടെ സേവിയർ ഒരു പേത്ത മീൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ജീവനുണ്ടോ? എന്തോന്ന് പറയുന്നത്? നമ്മുടെ ഇവിടെ എന്തോന്ന് പറയുന്നത്? കാണിച്ചു കൊടുത്തേ. കരയിലെ കീരി, ഇത് കടലിലെ കീരി. ആരും കഴിക്കാൻ എടുക്കത്തില്ല കേട്ടോ. കഴിക്കാനായിട്ട് എടുക്കത്തില്ല. ജീവനുണ്ട് കേട്ടോ. ജീവനുണ്ട്. നമ്മൾ ഈ കാണുന്ന തട്ടുപടിക്കാർക്കാണ് കറുത്ത ക്ലാത്തി ഉള്ളത്. പിന്നെ ഈ കാണുന്ന തട്ടുപടിക്കാർക്ക് മീഡിയം സൈസ് കൊഴിയാള മീനാണ് ഉണ്ടല്ലോ. സാധാരണ വള്ളക്കാര് ചിലപ്പോ ലേലം ചെയ്തും കൊടുക്കാറുണ്ട്. അതുപോലെ ചിലപ്പോ KGക്ക് തൂക്കിയും കൊടുക്കാറുണ്ട്. മരപ്പാക്ലാത്തിയാണ്. മരപ്പാക്ലാത്തി ഒരു കുട്ടയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മുടെ വിഴിഞ്ഞം ഫ്രാങ്ക്ലയുടെ വള്ളത്തിലുള്ളതാണ് കേട്ടോ. 3 കുട്ട ഉണ്ട്. കൊണ്ടിക്കണോ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ജൂലൈ 17-ാം തീയതി 3 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ വരുന്ന തട്ടുപടിക്കാർക്കൊക്കെ കുറച്ച് കൊഴിയാളയും അതുപോലെ കുറച്ച് ക്ലാത്തി, കറുത്ത ക്ലാത്തി, രാവിലെ കുറച്ച് നെത്തോലി മീനൊക്കെ ഉണ്ടായിരുന്നേ. ഇനിയും സമയത്ത് താമസിച്ച് വന്നു കഴിഞ്ഞാൽ മീന് കിട്ടുമോ ഇല്ലെന്ന് ഒന്നും അറിയില്ല. അപ്പൊ ഇനിയും വരാനിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കണാവള്ളങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ സൂചിക്കണവേൻ കാണാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തോണ്ടിക്കണവ, നമ്മുടെ ഇവിടെ തോണ്ടിക്കണമെന്നാണ് പറയുന്നത്, കല്ലം കണവേന്. അപ്പൊ ഇങ്ങനത്തെ മീനൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്.